ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ CGL MTS പരീക്ഷകളൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചെറിയ ഒരു അപ്ഡേറ്റ് കിട്ടിയത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2-3 കാര്യങ്ങൾ. ഒന്ന് നമുക്കറിയാം, ഇന്നലെ നമ്മുടെ SSC CGLൻ്റെ എക്സാം ഡേറ്റ് വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 9. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, സെപ്റ്റംബർ 9 മുതൽ 26 വരെയാണ് പരീക്ഷയുള്ളത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ വേറൊരു കാര്യം കൂടി SSCൻ്റെ സൈറ്റിൽ, SSCൻ്റെ അല്ല, SSC KKR കേരള കർണാടക റീജിയൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തുടക്ക സമയത്ത് ഒരുപാട് പേർക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെക്ക് ചെയ്തിട്ട് അഡ്മിറ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അറിയാൻ പറ്റിയിട്ടുണ്ട്. മെജോറിറ്റി എല്ലാവരും അഡ്മിറ്റഡ് ആണ്. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ലിങ്ക് ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിൽ ആർക്കും നോക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും അത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു SSC മലയാളിയിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് അവിടെ SSC ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിളിച്ച കാര്യം ജെന്യൂനാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യൂനാണ്. പക്ഷേ അവർ പറഞ്ഞ കാര്യം അത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല, അതിൻ്റെ ജെന്യൂനിറ്റി നമുക്കറിയില്ല. പക്ഷേ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വെരിഫൈ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. 2-3 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ആരെങ്കിലും ഫോം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലി നിങ്ങൾ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് വരുന്ന ആളുകളെല്ലാം 2 ഡേറ്റുകളുണ്ട്. ഓഗസ്റ്റ് 10, 11 CGLൻ്റെ കറക്ഷൻ വിൻഡോ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റിയ 2 ഡേറ്റാണ് ഓഗസ്റ്റ് 10, 11. ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾ നാളെ എന്തെങ്കിലും വലിയ മിസ്റ്റേക്ക് വരുത്തി നിങ്ങൾ ജോലിയൊക്കെ നേടിക്കഴിഞ്ഞ് ലാസ്റ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തി നിങ്ങളുടെ കാൻഡിഡേച്ചറിനെ റദ്ദാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഡേറ്റുകൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ MTSൻ്റെ കാര്യം കൂടെ, MTSന് ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നത് അതും ഓർത്ത് വെക്കുക. MTS 16, 17 ദിവസങ്ങളിലാണ്. അപ്പോൾ CGL എന്ന് പറയുന്നതൊക്കെ MTSനും അപ്ലിക്കബിൾ ആണ് കേട്ടോ. CGL എന്ന് പറയുന്നത് CGL എന്ന് വിചാരിക്കേണ്ട MTSനും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ 2-3 കാര്യം. ഒന്ന്, നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം ചില ആളുകൾ നോക്കിയിട്ടുണ്ട്, അവരുടെ CGLൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാര്യമായിട്ട് നോക്കിയിട്ട് അഡ്മിറ്റഡ് എന്ന് കണ്ട ആളുകളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ആളുകൾ എന്ത് പറയേണ്ട, നമ്മൾ അങ്ങനെയുള്ള ആളുകൾ ആപ്ലിക്കേഷൻ ഫോം നാളെയും മറ്റന്നാളും കറക്റ്റ് ചെയ്യേണ്ട. പക്ഷേ ചില ആളുകളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്ന ആളുകൾ എന്തായാലും കറക്റ്റ് ചെയ്യണം. പിന്നെ ഇൻ കേസ് നിങ്ങൾ ആപ്ലിക്കേഷൻ നോക്കാൻ വിട്ടുപോയി, അങ്ങനത്തെ ആളുകളാണെങ്കിൽ നാളെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്കത് ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, റിജക്റ്റഡ് ആണെങ്കിൽ നിങ്ങളത് കാൻഡിഡേറ്റ്സിൽ എന്ത് ചെയ്യുക, അത് തെറ്റിതിരുത്തുക കേട്ടോ. അല്ല, അക്സെപ്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ അവർ ലൈവ് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ഫോട്ടോസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തിരുത്താനുള്ള അവസരം പോലും SSC കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷേൻ്റെ 2 ആഴ്ച 3 ആഴ്ച മുമ്പാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരിക. അതിൽ റിജക്റ്റഡ് എന്ന് കണ്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ SSC കുറച്ച് അവസരങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഇപ്പോൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഡൗട്ടാണ്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫോട്ടോയോ സിഗ്നേച്ചറോ പറഞ്ഞ ഡയമെൻഷനിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ മിസ്റ്റേക്സ് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അത് തിരുത്തുക കേട്ടോ. കാരണം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ മിസ്റ്റേക്കൊന്നും അവർക്ക് അറിയില്ല. അക്സെപ്റ്റ് ആണോ റിജക്റ്റഡ് ആണോ അവർക്ക് അറിയില്ല. അത് നിങ്ങളാണ് നോക്കേണ്ടത്. എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ മാറ്റാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ആളുകൾ നാളെയും മറ്റന്നാളും ഈ ഡേറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റുക. പക്ഷേ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർ റിജക്റ്റഡ് എന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 10, 11 ദിവസങ്ങളിൽ CGLനും 16, 17 ദിവസങ്ങളിൽ MTSനും. ഓക്കെ, പിന്നെ വേറെ അതായത് നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ആൾക്ക് ഒരു 200 രൂപ ഫീസ് വരുന്നുണ്ടാവും. 200 രൂപയാണ് കറക്ഷൻ വിൻഡോയിൽ ഫീസ്. അപ്പോൾ നിങ്ങൾ നാളെ 200 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ചെയ്യുക. ഒരു വട്ടം കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്കൊന്നും കൂടി കറക്റ്റ് ഈ ഡേറ്റിൽ തന്നെ, ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ തോന്നുന്നത്. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യുമ്പോൾ 500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തുക. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുള്ളത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ SSC CGLൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ നോക്കുക. എല്ലാവരും 34 lakhs ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൊരു 70%, 60% ആളുകളും എക്സാം എഴുതൂല. എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 24 lakhs ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 24 lakhs ആണ്. അതിനേക്കാളും 10 lakh കൂടുതൽ ആളുകളാണ് ഇപ്രാവശ്യം എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വേക്കൻസിയും കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഡബിൾ വേക്കൻസി ഉണ്ട്. അതായത് 2022 32,000 വേക്കൻസി വന്ന സമയത്തുള്ള ആപ്ലിക്കേഷൻ ഫോമിനേക്കാൾ കൂടുതലാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. വേക്കൻസി കൂടുതലാണ്, അതുപോലെ തന്നെ കോമ്പറ്റീഷനും കൂടുതലാണ്. ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റായി വന്നിട്ടുള്ളത് ഈ കാര്യം പറയാനാണ്. എല്ലാ പരീക്ഷയ്ക്കും നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നു, മോക്ക് ടെസ്റ്റിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്ത് കിട്ടുന്നു. പക്ഷേ പരീക്ഷ എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. അപ്പോൾ അതിനാരും ഇടവരുത്തരുത്. 2 കാര്യങ്ങൾ പ്രത്യേകം ഞാൻ ഒന്നും കൂടെ റീട്രേറ്റ് ചെയ്ത് പറയുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മറ്റന്നാൾ കയറിയിട്ട് ഇത് തിരുത്തുക. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ. അതല്ല, നിങ്ങൾ നാളെ ഡാഷ്ബോർഡിൽ കയറി നോക്കും. നാളെയല്ല, ഇന്ന് രാത്രി 12 മുതൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നിങ്ങൾ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അവിടെ റിജക്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഡാറ്റ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
അതും നിങ്ങൾ നാളെ ഈ 2 ദിവസങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഈസി ആയിട്ട് കാണാതിരിക്കുക. കാരണം ലാസ്റ്റ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലാസ്റ്റ് എക്സാമിൻ്റെ മുമ്പ് വരുന്ന സമയത്ത് റിജക്റ്റ് ആയിട്ട് സാർ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ പരീക്ഷയാണ്. ആ സമയത്ത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 ഡേറ്റിൽ തന്നെ ചെയ്യുക. MTS ആണെങ്കിൽ ഈ 2 ഡേറ്റിൽ, CGL ആണെങ്കിൽ ഈ 2 ഡേറ്റിൽ. ഓക്കെ, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ SSC മലയാളിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളെല്ലാം ആക്റ്റീവാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം എന്നുള്ളത് ഇതാ ഈ 2 നമ്പറിൽ 445590 അല്ലെങ്കിൽ 8891278490 ഈ 2 നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പോ ടെലഗ്രാമോ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ കേട്ടോ. കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് 1 മന്താണ് ഇനി നമുക്ക് എക്സാമിനുള്ളത്. ഈ 1 മന്ത് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ആരും ഇനിയുള്ള ഒരു മാസം ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കാലം നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു മാസം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ഇത്രയും കാലം പഠിച്ചതൊക്കെ വെള്ളത്തിലായിപ്പോൾ. അപ്പോൾ കറക്റ്റ് എന്താ പറയുക, എല്ലാ ടോപ്പിക്കും കറക്റ്റ് ടച്ച് ചെയ്ത് പോവുക. ഞാൻ ഇന്നലെ വീഡിയോയിൽ ഒരു ഷോർട്ട്സിൽ പറഞ്ഞതാണ്, നമ്മുടെ ഈ മാസം ലാസ്റ്റ് വരെ എന്തെങ്കിലും പുതുതായിട്ടൊക്കെ പഠിക്കാണ്ടെങ്കിൽ എല്ലാം പഠിച്ച് തീർക്കുക. അടുത്ത മാസം അതായത് എക്സാമിൻ്റെ ഒരു 10 ദിവസം മുമ്പ് നിങ്ങൾ പഠനം പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർത്തണം. എന്നിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എക്സാമിൻ്റെ ഒരു 10 ദിവസം മുമ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.